ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സീസൺ 15 RPയുടെ നമ്മുടെ BGMൽ ഇനി വരാൻ പോകുന്ന RP ആണ്. നമ്മുടെ ചിലപ്പോൾ വന്നു കഴിഞ്ഞ RP ആണ്. അത് ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ എൻ്റെ കഴിഞ്ഞ സീസണിലെ ടയറിൻ്റെ റിവാർഡ്സ് കിട്ടി. കഴിഞ്ഞ സീസൺ ഞാൻ ഡോമിനേറ്റർ ആയിരുന്നു, 22 സ്റ്റാർ വരെ അടിച്ച് തിരിച്ച് നമ്മുടെ പ്ലാറ്റിനെ തന്നെ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ അതിനകത്തുള്ള ഔട്ട്ഫിറ്റ്സ്, ഒരു DBSൻ്റെ സ്കിന്നുണ്ട്, പാരച്യൂട്ട്, പിന്നെ നല്ലൊരു ഔട്ട്ഫിറ്റും ഉണ്ട്. പിന്നെ ഞാൻ കളിക്കുന്ന PUBG കെയർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് സ്പെഷ്യൽ കുറച്ച് ഐറ്റംസ് കൂടെ നമ്മുടെ BGMനെ അപേക്ഷിച്ച് കുറച്ച് ഐറ്റം കൂടി ഉണ്ട്. അതെല്ലാം കളക്ട് ചെയ്തു. എന്നിട്ട് നേരെ ഞാൻ RP അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ഇതാണ് നമ്മളെ ക്യാൻഡി കറപ്ഷൻ. RPയുടെ പേരാണ്. സീസൺ 15ലാണ് RP വരുന്നത്. നമുക്ക് RPയുടെ ഫുൾ റിവ്യൂ നോക്കാം. അപ്പം ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസിനെ മറക്കാൻ ചാനലിന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ ഗൈസ്. ആദ്യം തന്നെ നമുക്ക് വരുന്ന ഔട്ട്ഫിറ്റ് ഒരു മെയിലിൻ്റെ ഒരു ഫീമെയിലിൻ്റെയാണ്. അപ്പോൾ അത്യാവശ്യം കൊള്ളാം, നല്ല രണ്ട് ഔട്ട്ഫിറ്റാണ്. അത് കഴിഞ്ഞിട്ട് വരുന്നത് AKMൻ്റെ, പിന്നെ പമ്പ് ഷോട്ട് ഗണ്ണിൻ്റെ, ഒരു പിസ്റ്റലിൻ്റെ, പിന്നെ നമ്മുടെ ലിവിക്കിലെ വണ്ടിയുടെ ഒരു സ്കിൻ വരുന്നുണ്ട്. ഞാൻ ലിവിക്ക് കളിക്കാത്തതുകൊണ്ട് എനിക്ക് എൻ്റെ ഉപകാരം വരുന്നില്ല. പിന്നെ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്ഫിറ്റ്. പിന്നെ ഇതാണ് നമ്മുടെ അപ്ഗ്രേഡ് ഗണ്ണ് MB7. ഇതിൻ്റെയാണ് നമുക്ക് ഇനി അപ്ഗ്രേഡ് ഗണ്ണ് വരുന്നത്. നേരെ നമുക്ക് RPയിലോട്ടോ. RPയിൽ ഫസ്റ്റാണ് നമ്മൾ ആദ്യം കണ്ട ജാക്കറ്റ്. ഒരു ആർമേഡ് ലുക്കിലുള്ള ഒരു ജാക്കറ്റിൻ്റെ ഒരു ഔട്ട്ഫിറ്റ് ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു പച്ച കണ്ണാടി കിട്ടുന്നുണ്ട്. അത് രണ്ടുപേരും നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ കിട്ടുന്നത്. പിന്നെ നമ്മുടെ മെറ്റീരിയൽ, പിന്നെ നമ്മൾ യൂസ് അത് കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കാണ് നമ്മുടെ പച്ച ബിസൺ അത്യാവശ്യം കൊള്ളാം. നല്ല ഒരു ഗൺ സ്കിന്നാണ് ബിസൻ്റെ. പറയാം, അത്യാവശ്യം നല്ലതായിട്ടുള്ളൊരു ഗൺ സ്കിന്നാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബാക്കി സാധനങ്ങൾ അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് നമുക്കത് അപ്ഗ്രേഡ് ചെയ്തിട്ട് പിന്നെ ഒക്കെ ഡീറ്റെയിലായിട്ട് കാണാം. നമുക്കത് കഴിഞ്ഞിട്ട് 10ലാണ് കിട്ടുന്നത്. 10 കിട്ടി കഴിഞ്ഞിട്ട് നമ്മൾ 15 വരാൻ നേരത്ത് നല്ലൊരു ഇമോട്ട് കിട്ടുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ഫ്ലൈറ്റ് സ്കിൻ കിട്ടുന്നുണ്ട്. ഇമോട്ട് അത്യാവശ്യം കൊള്ളാം, നല്ല രീതിയിലുള്ളൊരു ഇമോട്ടാണ്. അത്യാവശ്യം ഇനി വരുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് RP. ഇതാണ് നമ്മുടെ ഫ്ലൈറ്റ് സ്കിൻ വരുന്നത്. അത്യാവശ്യം ഗ്രാഫിക്സ് എഡിഷനിലുള്ളൊരു ഫ്ലൈറ്റ് സ്കിന്നാണ്. പിന്നെ ഇതാണ് നമ്മുടെ ഹെൽമെറ്റ്. കണ്ണിലെന്തോ ലെൻസൊക്കെ വെച്ചാണെങ്കിൽ അതൊരു ഹെൽമെറ്റ്, കുഴപ്പമില്ല. നമ്മുടെ 20ലാണ് കിട്ടുന്നത് RP. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വന്നിട്ട് നമ്മുടെ ഫ്രാഗ്മെൻറ്റ്. ഇതാണ് നമ്മുടെ പാരച്യൂട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അത്ര നന്നായിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഇത്തിരി അങ്ങോട്ട് വന്നിട്ട് നമ്മുടെ ഒരു കിട്ടിലൊരു ഇമോട്ട് വരുന്നുണ്ട്, നമ്മുടെ ഷോട്ട് ഗണ്ണ് വരുന്നുണ്ട്. ഇമോട്ട് അത്യാവശ്യം നല്ല പ്രീമിയം ആയിട്ടുള്ള ഒരു ഇമോട്ടാണ്. അത് RP വാങ്ങുന്നവർക്ക് മാത്രമേ കിട്ടുമ്പോൾ മറക്കാതെ എല്ലാവരും RP വാങ്ങുന്നവർക്ക്. ഇവിടെ BGMയിലും വരുന്നതായിരിക്കും, PUBGയിലും വരുന്നതായിരിക്കും. PUBG കളിക്കുന്നവരോട് BGM കളിക്കുന്നവരോടും RP പർച്ചേസ് ചെയ്യാൻ നോക്കുക, കുഴപ്പമില്ല. അത്യാവശ്യം നല്ല RP ആണ്. ഇതാണ് നമ്മുടെ ഷോട്ട് ഗൺ എനിക്ക് ഇഷ്ടപ്പെട്ടു, നമ്മുടെ പമ്പ് ഷോട്ട് ഗണ്ണിൻ്റെയാണ്. അത് കഴിഞ്ഞ് ഇതാണ് നമ്മുടെ ഫീമെയിൽ ഔട്ട്ഫിറ്റും അതിൻ്റെ ഹെയറും അത്യാവശ്യം കൊള്ളാം. നല്ല രണ്ട് കോംബോയാണ്. ഡ്രസ്സ് വൈറ്റിലാണ് വരുന്നത്. ഹെയർ ആണെങ്കിൽ നമുക്ക് അനങ്ങുന്നുണ്ട്, മൂവ്മെൻറ്റുള്ള ഹെയറാണ്. എനിക്ക് ഇങ്ങനത്തെ ഹെയറും അതൊക്കെ നല്ല ഇഷ്ടമാണ്. ഇതാണ് നമ്മുടെ രണ്ടാമതുള്ളൊരു ക്യാപ്പ് വെച്ചൊരു ഹെയർ. ഇതും അത്യാവശ്യം പ്രീമിയം ആയിട്ടുണ്ട്, കൊള്ളാം, നല്ല രസമുണ്ട്. ഇത് നമുക്ക് അല്ലാതെ അപ്ഗ്രേഡ് ചെയ്യേണ്ട അല്ലാതെ തന്നെ കിട്ടുന്നൊരു ഹെയറാണ്. ഇപ്പം 15ലാണ് നമുക്ക് നമ്മുടെ അപ്ഗ്രേഡ് MB7ൻ്റെ ഇത് കിട്ടുന്നത്. ഞാൻ MB7 എടുത്ത് നമുക്ക് അങ്ങനെ കളിച്ച് ശീലമില്ല, അതുകൊണ്ട് അറിയത്തുമില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത നോക്കാം. നമ്മുടെ RP 50 വന്നിട്ട് അങ്ങോട്ട് വന്നിടത്ത് 55 തന്നെ നമുക്കൊരു കിടിലൊരു ഇമോട്ട് കിട്ടുന്നുണ്ട്. ഇത് അത്യാവശ്യം നല്ല കിടക്കാച്ച ഒരു ഇമോട്ടാണ്. അത് നമുക്ക് ഫ്രീ ആയിട്ട് നമ്മൾ RP പർച്ചേസ് ചെയ്ത പ്ലേയേഴ്സിന് കിട്ടുന്നതാണ്. ഇത് RP പർച്ചേസ് ചെയ്തവർക്ക് മാത്രം കിട്ടുന്നൊരു പിസ്റ്റലാണ്. കുഴപ്പമില്ല, അത്യാവശ്യം കൊള്ളാം. നമ്മുടെ ബാഗിൻ്റെ സ്കിന്നും എനിക്ക് അത്ര വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. ഫുള്ളി ഒരു വൈറ്റ് ഒരു ഐസ്ക്രീം പോലെ എന്തോ അങ്ങനത്തെ ഒരു ഇതാണ്, കുഴപ്പമില്ല. ഇതൊരു ചെറിയ കിച്ചനെയാണ്. അത് കഴിഞ്ഞ് കുറച്ച് കൊണ്ട് വന്നിട്ട് നമുക്ക് മറ്റേ നേരത്തെ കണ്ട ക്യാപ്പിൻ്റെ സെയിം ഔട്ട്ഫിറ്റ്. അത് കുഴപ്പമില്ല, നല്ല കൊള്ളാം, അങ്ങനത്തെ ഔട്ട്ഫിറ്റ്. ഇതാണ് കാർ വരുന്നത്. ഈ കാർ ഞാൻ യൂസ് ചെയ്തുകൊണ്ട് എനിക്ക് എൻ്റെ ആവശ്യമില്ല. അത് കഴിഞ്ഞ് മുന്നോട്ട് വന്നിട്ട് നമ്മൾ അടുത്തൊരു BIN90ൻ്റെ സ്കിന്നാണ്. മിറാമർ കുറേ നാളായി കളിച്ചിട്ട് ഇതിൻ്റെ അങ്ങനെ യൂസേജ് വന്നിട്ടില്ല. ആ ലിസ്റ്റിൽ തന്നെ നമുക്ക് 80ാമത് കിട്ടുന്നത് നമുക്കൊരു സ്മോക്കിൻ്റെ സ്കിന്നും നല്ലൊരു ഇമോട്ടുമാണ്. കുഴപ്പമില്ല, ഈ ഇമോട്ടും നല്ല കിടക്കാച്ച ഒരു ഇമോട്ടാണ്. അത്യാവശ്യം എന്തോ ഒരു കേക്കുകളെല്ലാം കൂടെ ചേർത്തിട്ട് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് നല്ല ഗ്രാഫിക്സൊക്കെ വരുന്ന റിമോട്ട്, കുഴപ്പമില്ല, നല്ലൊരു റിമോട്ടാണ്. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വന്നിട്ട് നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ AKയുടെ സ്കിൻ. അത്യാവശ്യം കിട്ടിലൊക്കെ ഒരു AK സ്കിന്നാണ്. അത്ര ഇതായിട്ട് പ്രതീക്ഷിക്കുന്നത്. നമുക്കൊരു ബണ്ണിയുടെ ഒരു M7 വന്നിട്ടുണ്ടായിരുന്നു. ആ രീതിയിൽ വരുന്നൊരു സ്കിന്നായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. ഇതാണ് നമ്മൾ അവസാനത്തെ 100ലെ ഔട്ട്ഫിറ്റ്. ഒരു മെയിൽ ഔട്ട്ഫിറ്റാണ്. മുടിയൊക്കെ ഉണ്ട്, മുടിയും കൊള്ളാം, അത്യാവശ്യം അനങ്ങുന്ന മുടിയൊക്കെയാണ്. അപ്പോൾ എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല, എന്നാലും കുഴപ്പമില്ല, നല്ല ഔട്ട്ഫിറ്റാണ്, നല്ല RP ആണ്. ഇപ്പം RPയുടെ ക്രിയേറ്റ് നമുക്ക് നോക്കാം. RP ക്രിയേറ്റ് നമുക്ക് വന്നേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഴയ A3യിലെ RP ഔട്ട്ഫിറ്റ്സാണ്. അതിനകത്ത് നമ്മുടെ ഇതൊക്കെയുണ്ട്, ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഹെഡൊക്കെ ഉള്ള ഔട്ട്ഫിറ്റുണ്ട്. നല്ല അത്യാവശ്യം കിട്ടിയൊരു ഔട്ട്ഫിറ്റാണ്. കുറച്ച് അത്യാവശ്യം നല്ല സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം കംപ്ലീറ്റ് ആക്കിയിട്ട് അതും കറക്കാൻ നോക്കണം. അതുപോലെ തന്നെ അത്യാവശ്യം പ്രീമിയമായിട്ട് വേറെ വലുതായിട്ടൊന്നും വന്നിട്ടില്ല, ഓൾഡൊന്നും വന്നിട്ടില്ല. A30 വരെ വന്നിട്ടില്ല. പിന്നെ കുറച്ച് ഡാൻസ് അതൊക്കെ നമുക്ക് യൂസ് ചെയ്തെടുത്ത് വാങ്ങുന്ന ഓരോ ഡാൻസും പിന്നെ സ്കിൻസും ഒക്കെ ഉണ്ട് ഗൈസ്. ഇനി നേരെ നമുക്ക് നമ്മുടെ RP പർച്ചേസ് ചെയ്യാനായിട്ട് പോകാം. നേരെ തന്നെ RP പർച്ചേസ് ചെയ്തു. നമ്മുടെ 150 വരെയാണ്, 360 യൂസിക്ക് നേരെ RP അങ്ങോട്ട് പർച്ചേസ് ചെയ്തു. അതിൻ്റെ ഔട്ട്ഫിറ്റും സാധനങ്ങളെല്ലാം കളക്ട് ചെയ്തു. അപ്പം
വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതുപോലെ പുതിയ പുതിയ അപ്ഡേറ്റ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഗൈസ്. അപ്പോൾ ഓക്കെ, പുതിയ വീഡിയോ ഇട്ടിരുന്നായിരിക്കും. ബൈ.